സാർ, ഞാൻ ബേബിക്ക് റൂമെല്ലാം കാണിച്ചു കൊടുത്തു. ഇതെല്ലാം ആ പണക്കാരുടെ ലിസ്റ്റാണ്. ഇവര് കുട്ടിയെ ദത്തെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പ്രതാപ്, അവരെല്ലാം പണക്കാരാ, ശരിയാ. പക്ഷെ ആ കുട്ടിക്ക് ഇവരാരും ശരിയാവില്ല. ആ കുട്ടി വളരെ ഇന്നസെന്റാ, ഒരു കൊച്ചുകുട്ടിയാ, ഒരു പാവം കുട്ടി. ഞാൻ ശരിക്കും അവൾക്ക് വേണ്ടി കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് അവളെ ഒരുപാട് സ്നേഹിക്കുന്ന, അങ്ങനെ മനസ്സിലാക്കുന്ന ഒരു ഫാമിലിയാണ്. പ്രതാപ്, ഒരുപക്ഷെ എന്റെ മോള് ഇതുപോലെ ആയിരുന്നെങ്കിൽ ഞാൻ അവൾക്ക് വേണ്ടി കണ്ടെത്താൻ പോകുന്ന ഫാമിലി അവളെ മനസ്സിലാക്കുന്ന, അവളെ ഒരുപാട് സ്നേഹിക്കുന്ന ഫാമിലി ആയിരിക്കില്ലേ? പിന്നെ അവക്കാകെ ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നുള്ളൂ, അവര് മരിച്ചുപോയി. ആ കുട്ടി ആകെ തകർന്നിരിക്കുക. അവളുടെ ജീവിതത്തെ ഇനിയും ബുദ്ധിമുട്ടാക്കുന്ന ഒരു ഫാമിലി അവൾക്കിനി ഉണ്ടാവാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അതെനിക്ക് സഹിക്കാനാവില്ല പ്രതാപ്. സോ ഇഫ് യു ഡോണ്ട് മൈൻഡ്, സാറിന് തന്നെ ആ കുട്ടി അങ്ങ് നോക്കിക്കൂടെ? പ്രതാപ്, അതിനൊക്കെ എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ ഒരു കാര്യം, ഞാൻ വല്ലാതെ തകർന്നിരിക്കുകയാണ്. അവൾ അർഹിക്കുന്ന സ്നേഹം എനിക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അവൾ പക്ഷെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടാവും. എത്ര കാശ് ചെലവായാലും കുഴപ്പമില്ല, അത് ഞാൻ കൊടുക്കും. നീ അവൾക്ക് വേണ്ടി അത്യാവശ്യമായി നല്ലൊരു ഫാമിലിയെ കണ്ടെത്തണം. ഷുവർ. ചേട്ടാ പ്ലീസ് പ്ലീസ്, ദൈവത്തെ ഓർത്ത് ഞങ്ങളെ ഒന്ന് സഹായിക്കണം. ഞാൻ ചേട്ടനോട് അപേക്ഷിക്കാം, പ്ലീസ്. എന്താ പറ്റിയത്? ചേട്ടാ, അത് ആദിത്യയുടെ ഹെൽത്ത് കണ്ടീഷൻ ഓരോ ദിവസവും വളരെ മോശമായിക്കൊണ്ടിരിക്കുക. പിന്നെ എത്ര അന്വേഷിച്ചിട്ടും ഡോണറേയും കിട്ടുന്നില്ല. ഇനിയിപ്പൊ എന്താ ചെയ്യാന്നൊരു എത്തും പിടിയും കിട്ടുന്നില്ല. ചേട്ടൻ അറിയാവുന്നതല്ലേ, ഞങ്ങളുടെ ബിസിനസിന്റെ അവസ്ഥ ഇപ്പൊ അത്ര നല്ലതല്ല. ചേട്ടാ പ്ലീസ് ഞങ്ങളെ ഒന്ന് സഹായിക്കേ. ഞങ്ങൾക്ക് അവന്റെ ട്രീറ്റ്മെന്റിന് 1 കോടി രൂപ ആവശ്യമുണ്ട്. പ്ലീസ് ഞങ്ങളെ ഒന്ന് സഹായിക്കേ.